ഇതാണോ ഐശ്വര്യ? ഹായ്, ഐ ആം ഐശ്വര്യ. ഹായ് അനിക. എങ്ങനെ പോകുന്നു സച്ചിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്? നന്നായി പോകുന്നു. അല്ല, എന്നെ കാണണം എന്ന് പറഞ്ഞത്? പറയാം അനിക, ഞാൻ തന്റെ കാല് പിടിക്കാം. എനിക്ക് എന്റെ സച്ചിയെ തിരികെ തരണം. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരില സച്ചി ഞാനുമായി ബ്രേക്കപ്പ് ആയത്. ഞാൻ ഇവിടെ എത്തി സച്ചിയെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് അവൻ അനികയുമായി പ്രണയത്തിലായ കാര്യം ഞാൻ അറിഞ്ഞത്. പ്ലീസ്, എനിക്ക് അവനെ തിരിച്ചു വേണം. ഐശ്വര്യ, അതൊക്കെ പഴയ കഥയല്ലേ. സച്ചു ഇപ്പോ എന്നെയാണ് സ്നേഹിക്കുന്നത്. അല്ല കുട്ടി, പിരിയുന്ന ദിവസം എന്നോടുള്ള വാശിക്ക് പറഞ്ഞിരുന്നു നിന്നേക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ പ്രേമിച്ച് കാണിക്കുമെന്ന്. അനിക, ഇനി നിമിഷം വരെ കണ്ടത് അതിന്റെ ബാക്കിയാണ്. അന്ന് അതൊരു ആശിപ്പുറത്ത് പറഞ്ഞതാണെന്ന് ഞാൻ കരുതിയെ. എന്നാൽ ഞാൻ പലയിടത്ത് വെച്ച് നിങ്ങളെ കണ്ടതോടെ എനിക്ക് മനസ്സിലായി സച്ചി എന്നോട് പറഞ്ഞതുപോലെ ചെയ്തതാണെന്ന്. ഐശ്വര്യ, പ്ലീസ്, എന്നെ സച്ചിയെ പിരിക്കരുത്. അനിക, എനിക്കറിയാം താൻ ഈ 2 മാസത്തിനുള്ളിൽ സച്ചിയെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്, എത്രമാത്രം സച്ചി തന്റെ ജീവനാണെന്ന്. എന്നാൽ സച്ചി, അവൻ ഇപ്പോഴും എന്നെയാണ് ഇഷ്ടപ്പെടുന്നത്, തന്നെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത്. സച്ചിയുടെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ സച്ചു എന്നോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. താൻ തേച്ചിട്ട് പോയതാണെന്നാണല്ലോ. അതൊക്കെ തന്നെ വിശ്വസിപ്പിക്കാനാ. സച്ചി തന്നെ കഷ്ടപ്പെട്ടാണ് സ്നേഹിക്കുന്നത്. അത് എന്നോടുള്ള വാശിക്ക. അതിനെ ഒരിക്കലും പ്രണയമെന്ന് വിളിക്കാൻ കഴിയില്ല. തന്നെ ഒരു ടോയ് ആക്കുകയായിരുന്നു. ഞാൻ സച്ചിയെ കണ്ടിരുന്നു. എന്നെ ഒത്തിരി തരം താഴ്ത്തിയാണ് സംസാരിച്ചത്. എനിക്ക് കരയുവാനല്ലാതെ തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഓഹോ, അപ്പൊ ഇവളോടുള്ള വാശിക്ക അവനെ നീ സ്നേഹിച്ച് ഇവളെ കാണിക്കാനായിരുന്നോ? എന്നെ ഒരു കളിപ്പാട്ടമാക്കി. അപ്പൊ എന്നെ സ്നേഹിക്കുന്നില്ല അല്ലേ? എന്നോട് പ്രണയമല്ല അല്ലേ? അവന്റെ വാശിക്ക് വേണ്ടി ഉപയോഗിച്ചൊരു ടോയ് മാത്രമായിരുന്നു ഞാൻ. അനിക, എനിക്കറിയാം തനിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. ഞാൻ വേണ്ട, നിർത്ത്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാ മതി. നിങ്ങൾ എന്ത് കാര്യത്താലാണ് ബ്രേക്കപ്പ് ആയത്? ഞാൻ പറയാം. ഐശ്വര്യ, ഞാൻ കേട്ടത് സത്യമാണോ? എന്ത് കേട്ടെന്ന് അച്ഛൻ പറയുന്നേ? നീയും ഏതൊരു പയ്യനുമായിട്ട് പ്രേമത്തിലാണെന്ന്. അച്ഛൻ, നിന്നോട് ഈ പണിക്കൊന്നും പോകാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അച്ഛൻ സച്ചി പാവാ. എന്നെ ഒരുപാട് ഇഷ്ടമാ. എനിക്ക് തിരിച്ചു സച്ചി അല്ലാതെ വേറൊരാളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇതിനൊരു അവസാനം നീ തന്നെ ഉണ്ടാക്കിയേക്കണം. പറഞ്ഞേക്കാം. എന്താ ഇഷു, എന്താ കാണണോന്ന് പറഞ്ഞേ? സച്ചി, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാ. എന്താ പോവാണെന്നോ? എന്തിനാ ഇപ്പൊ തിടുക്കപ്പെട്ട് നീ പോകുന്നേ? നിന്റെ ഇവിടുത്തെ സ്റ്റഡി ഒന്നും തീർന്നിട്ടില്ലല്ലോ. അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നാ? പറ, നമുക്ക് സോൾവ് ആക്കാം. ഇല്ല സച്ചി, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. നീ പോകണ്ട ഐഷു, ഞാൻ അതിന് സമ്മതിക്കില്ല. സച്ചി, നീ പറയുന്നത് കേട്ടിരിക്കാൻ അതിന്റെ അടിമയൊന്നുമല്ല. എനിക്ക് പോയേ പറ്റൂ. ഓഹോ, അപ്പോ നിനക്ക് എന്നെക്കാളും വലുത് മറ്റു വല്ലതും ആണല്ലേ? എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും കിട്ടിയോ നിനക്ക്? സച്ചി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പോടാ. പോടി, പോ. എന്നെ തേച്ചിട്ട് പോയി സുഖമായിട്ട് ജീവിച്ചോ. ശരിക്കും ഞാൻ പോകുന്നതിന്റെ റീസൺ സച്ചിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞാൽ എന്നെ മാരേജ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തും. ഒരിക്കൽ അതിനോട് പറഞ്ഞിട്ടുമുണ്ട്. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുമെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് ഫൈറ്റ് ആയപ്പോ ആ വാശിക്ക് താനുമായിട്ട് സച്ചി ഇഷ്ടത്തിലായി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എല്ലാം സെറ്റാക്കി തിരിച്ചു വന്നപ്പോ എന്റെ സ്ഥാനത്ത് സച്ചിയുടെ കൂടെ താനായി. അനിക, എടോ, താനൊന്നും മിണ്ടാതെ ഇങ്ങനെ പോവല്ലേ?
സച്ചേട്ടന് എത്ര തവണയായി നിന്നെ കോൾ ചെയ്യുന്നു. നിനക്ക് ആ ഫോൺ എടുത്തൊന്ന് സംസാരിച്ചൂടെ? എന്താണ് സംസാരിക്കേണ്ടത്? ചതിയൻ, പഴയ കാമുകിയോടുള്ള വാശിപ്പുറത്ത് എന്നെ സ്നേഹിച്ചവൻ, തെണ്ടി. എനിക്ക് വെറുപ്പ്. അനു, നീ സച്ചേട്ടന് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്ക്. അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് എനിക്കിത് ഫെയറായി തോന്നുന്നില്ല. ഇതിപ്പോ എത്ര ദിവസമായി മിനിറ്റ് വെച്ചാ പാവം മെസ്സേജും കോളും ഒക്കെ ചെയ്യുന്നേ. നിനക്ക് അത്രക്ക് വിഷമമാണ്, നീ പോയി കെട്ടിക്കോ. എനിക്ക് വേണ്ട ചതിയനെ. ഞാൻ കേട്ടോടി, എനിക്കറിയാം അവനൊരു പാവമാണെന്ന്. പക്ഷെ അവൻ നിന്നെയല്ലേ സ്നേഹിക്കുന്നേ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കടി, ഒന്ന് സംസാരിച്ചു നോക്ക്. വേണ്ട, എനിക്കിനി അവനെ ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. നീ എന്ത് കോപ്പെങ്കിലും ചെയ്യും, ഞാൻ പോണു. ഒരു വാശിപ്പുറത്ത് നിങ്ങൾക്ക് എന്നോട് തോന്നിയ പ്രണയം എനിക്കിനി വേണ്ട. ഗുഡ് ബൈ. ഹായ് സച്ചി, വന്നിട്ട് ഒരുപാട് നേരമായോ? ഓ, വന്നോ? ഇവൾക്കിതെന്ത് പറ്റി? ഒറ്റ ദിവസം കൊണ്ട് ശവം കുഴിയിൽ എഴുന്നേറ്റ് വന്ന പോലെ. പട്ടിക്കാട് വേഷവും കുഴിന കണ്ണും കരയൊളിച്ച മുഖം. ഓ, അവനെ കിട്ടാത്ത നിരാശയാവും. ആ ഐഷു, നീ വന്നോ? ഞങ്ങള് വന്നിട്ട് ഒരു അരമണിക്കൂറായി. ഓ, അങ്ങേരുടെ ഒരു ഐസു തേനൊലിക്കുവാണല്ലോ കാലൻ. ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന ബോധം രണ്ടിനും ഇല്ല. തെണ്ടി കെട്ടിയോ? നിനക്കൊക്കെ രണ്ടിനും കൊഞ്ചാനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയതെന്ന് വിളിച്ചേ? അല്ലെങ്കിലും എനിക്കെന്താ ഇവിടെ റോള്? അവരല്ലേ പരസ്പരം സ്നേഹിക്കുന്നവർ. എനിക്കിവിടെ എന്ത് സ്ഥാനം? അനിക, സച്ചു, ഇവളെന്താ ഇവിടെ? അവളെ ഞാനാ വിളിച്ചെ. ഓഹോ, അപ്പോ അണിയറയിൽ കാര്യങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട പാടെ ഷട്ടർ ഉണ്ടാക്കി കൊടുത്തു കാമുകിക്ക്. നിങ്ങളെ അനു, ആവശ്യമില്ലാതെ ഓരോന്നും പറയാതെ. എന്നെ കിട്ടിയാലും ഇവിടെ ചെല്ലും ചിലവും കൊടുത്ത് നോക്കിക്കളാവുന്ന നിങ്ങൾ ആർക്കെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടോ? അനു, നീ അത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനി എന്ത് കേൾക്കാനാ? 2 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയല്ലേ നീ? അനിക, എടോ ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും മിണ്ടാതിരിയടി. ഭർത്താവും ഭാര്യയും സംസാരിക്കുന്നിടത്ത് അന്യവൃത്തിക്ക് എന്ത് കാര്യം? എന്താ, നിനക്കൊന്നും പറയാനില്ലേ? മിണ്ടാട്ട് പൊട്ടിപ്പോയോ? ഓ, അവളെ പറഞ്ഞത് പിടിച്ചിട്ടുണ്ടാവില്ല. ഡി, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കാനാ. ഓ, എത്രയും പെട്ടെന്ന് അവസാനം ഉണ്ടാക്കി നിങ്ങൾക്ക് അവളായി പൊറുക്കണമായിരിക്കും അല്ലേ? അനു, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഐഷു, ഓ, ഐഷു, അയാളുടെ ഒരു ഐഷു തേനും പാലും ഒഴുകുമല്ലേ? ഡി പ്ലീസ്, എനിക്ക് ഇനി ഇതിന്റെ ഇടയിൽ കിടന്ന് വയ്യ. പ്ലീസ് ഒന്ന് പറയുന്നത് കേൾക്ക്. നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. അനു, അനിക പ്ലീസ്, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കടോ. അനിക, ഓ കുരിശ്, എന്തെങ്കിലും പറയാനുണ്ടെ പെട്ടെന്ന് പറ. അനിക അനിക എന്ന് വിളിച്ച സമയം കളയല്ലേ? എടോ, ഞാനിവിടെ വന്നപ്പോ എനിക്ക് സച്ചിയെ തിരിച്ചു പിടിക്കണം എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം അവനെ കണ്ടപ്പോ എന്റെ സകല കൺട്രോളും വിട്ടുപോയി. പിന്നെ നിങ്ങൾ തമ്മിൽ അത്ര രസത്തിനല്ല എന്ന് അറിഞ്ഞതോടെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാ. ബട്ട് അത് നിങ്ങളുടെ ഇടയിൽ ഇത്രക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? അല്ലടോ അനിക, സത്യത്തിൽ സച്ചി തന്നെ ചതിച്ചിട്ടില്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ഫേക്ക് സ്റ്റോറിയാണത്. സച്ചി വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്ന് ചിന്തിക്കാൻ പോലും എനിക്കാവില്ലായിരുന്നു. വെറും ജലസിയുടെ പുറത്ത് തന്നോട് ഞാൻ പറഞ്ഞ ഒരു നുണക്കഥ മാത്രമായിരുന്നു അതല്ല. ഞാൻ ഞാനൊന്നും പറയുന്നതൊന്നും കേൾക്ക്. നീയൊന്നും പറയണ്ടടി പട്ടി. നിന്നെ ഞാൻ കൊല്ലൂടി പിശാശെ. എന്നെ സച്ചിനെ തമ്മിൽ പിരിച്ച പിശാശെ.
നീ ഒറ്റ ഒരുത്തി കാരണം ഞാൻ എന്തൊക്കെയാ പാട്ടിനോട് കാണിച്ചു കൂട്ടിയത്. ചതിയെന്ന് വരെ ചിന്തിച്ചില്ല ഇതുവരെ. നിനക്ക് അവനോടുള്ള റിവഞ്ച് കാരണം നഷ്ടമായത് ഞങ്ങളുടെ നല്ല നാളുകളാണ്. മുട്ടിട്ട് പിരിയാൻ പോലും സമ്മതിക്കാതെ നീ തച്ചുടച്ചു കളഞ്ഞത് എന്റെ സ്വപ്നങ്ങളായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് നിനക്കിന്ന് തരൂടിന്. തരാതെ ഞാൻ വീട്ടിലിടി. അയ്യോ അനിക പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. അടിക്കല്ലേ പ്ലീസ്. അമ്മേ. ഒരുപാട് അടിച്ചു അവള്. വേദനയുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അതൊന്നും സാരമില്ല. മാറി നിൽക്കണം. സച്ചുന്റെ നെഞ്ചിച്ചടി കിടക്കുന്നു. മാറി പിശാചി. നിനക്ക് എന്തിന്റെ സൂക്കേടാ? ഒന്നാമത് അവൾക്ക് വയ്യ, അതിന്റെ കൂടെ നിന്റെ ഉപദ്രവം കൂടി അവൾ എങ്ങനെ സഹിക്കും? വയ്യേ? എന്താ ഇവിടെ പ്രഗ്നന്റ് ആണോ നിങ്ങളുടെ കുഞ്ഞിന്റെ? അനു, നിങ്ങൾക്ക് എന്താ മനുഷ്യ തലക്ക് സുഖമില്ലേ? ഇവിടെ ഒറ്റ ഒരുത്തി കാരണമാണ് നമ്മൾ പെരുന്നത്. എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മാറി നിൽക്കടി. എന്റെ കെട്ടിയന്റെ അടുത്തുനിന്ന് മറ്റൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കുന്ന പിഴച്ചവളെ. സച്ചു, മിണ്ടരുത് നീ. ഈ ഒരു വിളിക്കാൻ ഞാൻ ഒത്തിരി കാത്തിരുന്നിട്ടുണ്ട്. നിനക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ തല്ല? ഇവൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞപ്പോ എന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ എന്നെ വേണ്ടെന്ന് വെച്ചാൽ നീ. അത്ര ഉള്ളായിരുന്നോ നിനക്ക് എന്നോടുള്ള സ്നേഹം? സ്നേഹിക്കുമ്പോൾ വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് നിനക്കില്ലെന്ന് നീ തെളിയിച്ചു കാണിച്ചു. അതിനു മുൻപ് നീ അതിന് സ്വന്തം തെറ്റിനെ എങ്ങനെയാ ന്യായീകരിക്കുന്നേ? അതും കൂടി ഒന്ന് പറഞ്ഞതാ. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു. ഒരുത്തിയുടെ വാക്കും കേട്ട് എന്നെ പ്രാണനായി സ്നേഹിച്ച നിന്നെ സംശയത്തിന്റെ പേരിൽ വേണ്ടാന്ന് വെച്ചു. അതിനെ ഏതൊക്കെ രീതി ന്യായീകരിച്ച് ചെയ്തത് തെറ്റ് തന്നെയാ. സച്ചു, നിന്നെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചു, കുത്തുവാക്കുകൾ കൊണ്ട് പലതവണ. ഇതിനൊക്കെ എങ്ങനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം എനിക്ക് അറിയില്ലെന്നു. ഇതെന്ത് പെണ്ണ്? ആ പെൺകൊച്ചിനെ അടിച്ചടി നോക്ക്. ഇവൾ ഒരിക്കലും അവന് ചേരില്ല. സച്ചു, വേണ്ട പോടി. സച്ചു, എന്റെ ദേഷ്യത്തെ ദേഷ്യമായി മാത്രമാണോ നീ കണ്ടത്? ആ ദേഷ്യത്തിനുള്ളിലെ നിന്നോടുള്ള പ്രണയം നിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ പോവാ. പോടി പോ. മതിയായി എനിക്ക് ശരിക്കും. എത്ര എളുപ്പത്തിൽ നീ അത് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ഒരു റീസൺ കണ്ടെത്തിക്കൂടെ എന്നെ നിന്റെ കൂടെ നിർത്താൻ? ഐ എം സോ ടയർഡ് ഫൈറ്റിംഗ് alone. അവളെ നീ ഇപ്പൊ ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ എന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ പോവാ. നിനക്കിപ്പോ എന്നോട് വില ഉണ്ടാവില്ല. അതെന്താന്നറിയോ? എപ്പോഴും ഞാനിങ്ങനെ കൂടെ ഉള്ളതുകൊണ്ടാ. ഞാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അനു, നീ വീണ്ടും തുടങ്ങരുത്. ഒരിക്കലും നീ ചെയ്ത തെറ്റ് നീ വീണ്ടും ആവർത്തിക്കരുത്. നിനക്കിനി വേണോ വേണ്ടേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ നിനക്ക് എന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. അനു പ്ലീസ് പോകരുത്. പ്ലീസ് പോവല്ലേടി. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനല്ലേടി ഞാൻ. നീ ഒന്ന് കേൾക്കടി. ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയും. എപ്പോഴെങ്കിലും ഐശ്വര്യ സ്നേഹിച്ച പോലെ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഓഹോ, ഞാൻ നിന്നെ ആരുമല്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നീ ഇപ്പോ ഇതെന്നോട് പറയില്ലായിരുന്നു. ഇനി ഇത് സെറ്റാവില്ല. അനുക്ക് പ്ലീസ് പോകരുത്. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ഒറ്റക്കായി പോവും. ഇറ്റ്സ് ഓവർ. നിനക്ക് സന്തോഷമായില്ലേ? നീ കാരണം എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു. എല്ലാം അനുഭവിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ. അനു പ്ലീസ് പോടാ. എടി ഞാനിപ്പോ എന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാ പോയിക്കൊണ്ടിരിക്കുന്നേ. ആരുമില്ലെങ്കിലും നീ എന്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി ഒന്നും പറഞ്ഞു നിൽക്കാൻ ഞാനില്ല. കരയരുത്. നീ ചിരിച്ചാലാണ് കാണാൻ ഭംഗി. എപ്പോഴും ഈ ചിരി നിന്റെ മുഖത്തുണ്ടാകണം. ഇനി അങ്ങോട്ട് നിന്റെ ഇഷ്ടപ്പെട്ട കുട്ടിയുമായി ജീവിക്കും.
ഹലോ ഹലോ. Ha ha ha.